നമസ്കാരം, ഞാൻ സിമി ജസ്റ്റോ. US വീക്ക്ലി റൗണ്ട് അപ്പ് അവാർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: ന്യൂയോർക്ക് സോഷ്യൽ ക്ലബിന്റെ അന്താരാഷ്ട്ര വടംവലി മത്സരത്തിന്റെ വിവരങ്ങളുമായി നടത്തപ്പെട്ട പ്രസ് മീറ്റിന്റെ ദൃശ്യങ്ങൾ, ഡാലസിൽ വെച്ച് നടത്തപ്പെട്ട NSSന്റെ വിഷു ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ, ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ദേവാലയത്തിലെ ട്രിനിറ്റി ഫെസ്റ്റിന്റെയും ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രസ് കോൺഫറൻസിന്റെയും വിശേഷങ്ങൾ, സാലഡ് ഇൻ എ ജാർ എന്ന വൈവിധ്യമാർന്ന വിഭവവുമായി അമേരിക്കൻ കിച്ചണിൽ ഇസ്മിറ ഉസ്മാൻ. ന്യൂയോർക്ക് സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷം ഓഗസ്റ്റ് 17 ന്യൂയോർക്കിൽ വെച്ച് അന്താരാഷ്ട്ര വടംവലി മത്സരം നടത്തുന്നതാണെന്ന് ക്ലബ് ഭാരവാഹികൾ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ന്യൂയോർക്ക് ചാപ്റ്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കയിലെ വിവിധ ടീമുകളെ കൂടാതെ ഇറ്റലി, ബ്രിട്ടൻ, കുവൈറ്റ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സോഷ്യൽ ക്ലബ് ഭാരവാഹികളായ റോയ് മറ്റപ്പള്ളി, ജിമ്മി പൂഴിക്കുന്നേൽ, സാജൻ കുഴിപ്പറമ്പിൽ, പോൾ കറുകപ്പള്ളിൽ, സിജു ചേരുവൻകാലായിൽ എന്നിവർ അറിയിച്ചു. IPCNA സംഘടിപ്പിച്ച പ്രസ് മീറ്റിലാണ് സോഷ്യൽ ക്ലബ് ഭാരവാഹികൾ വടംവലിയെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. ജേക്കബ് ചുക്കത്തിൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഓഗസ്റ്റ് 17 നടക്കുന്ന അന്താരാഷ്ട്ര വടംവലി മത്സരത്തെ പറ്റി പറയുന്നതിന് വേണ്ടിയാണ് അവരുടെ ഭാരവാഹികൾ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. ഈ പ്രസ് മീറ്റിൽ സംബന്ധിക്കുന്നത് സോഷ്യൽ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ റോയ് മറ്റപ്പള്ളി, സെക്രട്ടറി ജിമ്മി പൂഴിക്കുന്നേൽ, ചെയർമാൻ സാജൻ കുഴിപ്പള്ളി, കൺവീനർ പോൾ കറുകപ്പള്ളി, PRO സിജോ ചെറുകാല എന്നിവരാണ്. ന്യൂയോർക്ക് സോഷ്യൽ ക്ലബിന്റെ ആദ്യത്തെ ഒരു പ്രസ് മീറ്റാണ് ഇവിടെ നടക്കുക. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ പല സ്ഥലങ്ങളിലും പോയി അന്താരാഷ്ട്ര വടംവലി മത്സരം കാണുവാനും അവിടെ ഒരു ടീമുമായി പങ്കെടുക്കുവാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ന്യൂയോർക്കിൽ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര മത്സരം നടക്കുന്നില്ല? ന്യൂയോർക്കിലുള്ള ആളുകൾക്ക് ഇത് കാണുവാനോ ആസ്വദിക്കാനോ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ല. ഓഗസ്റ്റ് 17 ജ്ഞാനായ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് ന്യൂയോർക്കിൽ ആദ്യമായി ഇന്റർനാഷണൽ വടംവലി ഹോസ്റ്റ് ചെയ്യുകയാണ്. അതിന്റെ ചെയർമാൻ ആയാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വേൾഡിൽ നിന്ന് ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് ടീം ഓൾറെഡി വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇംഗ്ലണ്ട്, മാൾട്ട, ഇറ്റലി, കുവൈറ്റ് എന്നീ ഇന്റർനാഷണൽ ടീമുകൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാനഡ, അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റിൽ നിന്ന് ചിക്കാഗോ, ഡാളസ്, ഹ്യൂസ്റ്റൺ, ടാമ്പ മുതലായ സ്ഥലങ്ങളിൽ നിന്നും എല്ലാവരും ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഷ്യൽ ക്ലബിന്റെ ഇത്രയും വിപുലമായിട്ടുള്ള അതൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വടംവലിയായിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ മലയാളി സമൂഹത്തിന് വേണ്ടിയിട്ട് മുഴുവനുള്ളൊരു വടംവലിയാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം വടംവലിക്കാർ ഇവിടെ എത്തും. പ്രൈസ് 4 പ്രൈസാണുള്ളത്. ഫസ്റ്റ് പ്രൈസ് ഇസ് $5,000. അതുപോലെ സെക്കൻഡ് പ്രൈസ് നമുക്ക് $3,000 ആണ്. തേർഡ് പ്രൈസ് $2,000 ആണ്. പിന്നെയുള്ളത് ഫോർത്ത് പ്രൈസ് $1,000 ആണ് ഫോർത്ത് പ്രൈസ്. സോ അതാണ് നമ്മുടെ പ്രൈസിന്റെ ഒരു സ്ട്രക്ചർ. ഇപ്പോൾ വടംവലി മത്സരം നടക്കുക, എല്ലാ സ്ഥലത്തു നിന്നുള്ളവരുണ്ട്. ഇതിലൊരു നല്ല വലിക്കാരൻ അല്ലെങ്കിൽ കാണികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു താരം കാണുമല്ലോ എപ്പോഴും, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സമ്മാനം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ ഒരു സമ്മാനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ 1-2 ഒരു മീഡിയ അതിനെ സമീപിച്ചിട്ടുണ്ട്. മീഡിയ ഒരു എന്താണ് പറയുന്നത്, അവരൊരു ഞങ്ങൾക്കൊരു അഷുറൻസ് പോലെ തന്നിട്ടുണ്ട്. അവരത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ഇത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. കലാ സാംസ്കാരിക കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാതെ
നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ തന്നെ മുമ്പോട്ട് സ്പോർട്സ് മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകണേ. കാരണം നമുക്ക് ഈ കലാസാംസ്കാരിക പരിപാടികൾ എല്ലാ അസോസിയേഷൻസും ഇവിടെ ന്യൂയോർക്കിൽ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിലും കൂടെ നിങ്ങൾ കാല് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കെൻഡാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇതേ സെയിം പ്രോഗ്രാം തന്നെ പലയിടത്തായിട്ട് നടക്കുന്നതിന് അത് അങ്ങനെ ഒരു വരല്ലേ, നിങ്ങളുടെ ഫോക്കസ് ഇത് തന്നെ ആയിരിക്കണേ എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. നമ്മളിത് ഒരു മലയാളി അസോസിയേഷനുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഇല്ല. കാരണം ഞങ്ങൾ ഇപ്പം ട്രഡീഷണലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു ഓണ പ്രോഗ്രാം നടത്താനോ അല്ലെങ്കിൽ ക്രിസ്മസ് പരിപാടി നടത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല. ഇവിടെ ഒരു അസോസിയേഷനും കോമ്പറ്റീഷനും അല്ല. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇവിടെ ഇന്നില്ലാത്ത, നമുക്കറിയാം, നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളവരാണ്. ഇതുവരെ ഇവിടെ ഒരു ഇന്റർനാഷണൽ വടംവലി മത്സരം നടന്നിട്ടില്ല. ന്യൂയോർക്ക് സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ ന്യൂയോർക്ക് സോഷ്യൽ ക്ലബിന്റെ മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ഒന്നാം സമ്മാനമായി $5000, രണ്ടാം സമ്മാനമായി $3000, മൂന്നാം സമ്മാനമായി $2000, നാലാം സമ്മാനമായി $1000 നൽകപ്പെടുന്നത്. വടംവലി മത്സരത്തിന്റെ കിക്ക് ഓഫും സ്പോൺസർഷിപ്പ് സ്വീകരണവും ഏപ്രിൽ 12 ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റർ ബിൽ വെബർ നിർവഹിച്ചു. വടംവലി മത്സരത്തിന്റെ വിജയത്തിനായി ജൻ കുഴിപ്പറമ്പിൽ ചെയർമാൻ, പോൾ കറുകപ്പള്ളി ജനറൽ കൺവീനർ, ഷിബു എബ്രഹാം ചെയർമാൻ ഫിനാൻസ് കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. NSS ഓഫ് നോർത്ത് ടെക്സസിന്റെ ആഭിമുഖ്യത്തിൽ ഡാലസിൽ വിഷു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സെയിന്റ് ഇഗ്നേഷ്യസ് മലങ്കര ജേക്കബൈറ്റ് സിറിയ കത്തീഡ്രൽ ഹാളിൽ വെച്ച് നടത്തപ്പെട്ട ആഘോഷങ്ങൾക്ക് പ്രസിഡന്റ് ദിനേശ് മധു അധ്യക്ഷത വഹിച്ചു. NSS ഓഫ് നോർത്ത് ടെക്സസിന്റെ സ്ഥാപകാംഗമായ പ്രമോദ് നായരാണ് വിഷുവിന്റെ സന്ദേശം പങ്കുവച്ചത്. ഡാലസിൽ നിന്നും നൈൽ സെബാസ്റ്റ്യൻ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. സ്നേഹാദരങ്ങളോടെ ഏവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. വൈവിധ്യമാർന്ന പരിപാടികളാണ് NSS ഓഫ് നോർത്ത് ടെക്സസിന്റെ ഈ വർഷത്തെ ആഘോഷങ്ങളെ ധന്യമാക്കിയത്. നമ്മൾ ഒത്തിരി കലാപരിപാടികളും ആഘോഷങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു വിഷു സദ്യയും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നാട്ടിലെ ഗൃഹാതുരത്വം അതുപോലെ തന്നെ ഈ പ്രവാസികൾക്ക് നൽകുക എന്നുള്ളതാണ് നമ്മളുടെ പ്രൈമറി അജണ്ട. ഈ ഒരു മുഹൂർത്തത്തിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും നല്ലൊരു വിഷു ദിനം ആശംസിച്ചുകൊണ്ട്, കൾച്ചറൽസ് എപ്പോഴും NSSNTയുടെ ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ്. ഈ പ്രാവശ്യം അതേപോലെ തന്നെ നമുക്കൊരുപാട് നല്ല സുഹൃത്തുക്കളും ചെറിയ കുട്ടികളൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ വിഷു ഞങ്ങളിവിടെ വളരെ സന്തോഷകരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഇവിടെ എല്ലാവരും ഒത്തുചേർന്ന് ഭംഗിയായി തന്നെ ഇത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് എവരിവൺ ഫോർ കമ്മിങ് ടുഡേ. വിഷു നമുക്ക് വളരെ ഒരു ഓസ്പീഷ്യസ് മെമ്മറിയാണ്. കലിയുഗത്തിൽ എല്ലാവരും വളരെ ഭൗതികവാദക്കാരാണ്. എന്ന് പറഞ്ഞാൽ സത്യയുഗത്തിൽ എല്ലാവരും സത്യം പറയുന്ന ഒരു രാജ്യം സമയത്ത് വന്നാൽ സമൂഹം അല്ലെങ്കിൽ രാജ്യം കണ്ടു ഞാൻ ശാസ്ത്രീയ സംഗീതവും കേരളത്തിന്റെ തനതായ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നൃത്തരൂപങ്ങളുമടക്കം നിരവധി പരിപാടികൾ വിഷു ആഘോഷങ്ങളെ ധന്യമാക്കി.
വിഭവസമൃദ്ധമായ സദ്യ ആഘോഷങ്ങൾക്ക് രുചിഭേദം നൽകി. വീക്ക്ലി റൗണ്ട് അപ്പ് പവർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഇനിയൊരിടവേള. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവോ? 10 10,000 വർഷം ഒപ്പമുണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. ഐ ആം റിയലി സോറി ആകട്ടെ. വിൽ മിസ് യു സോ മച്ച് ആകട്ടെ. ഐ ലവ് യു അമ്മയാകട്ടെ. ഐ ലവ് മൈസെൽഫ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Crufey's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Crufey's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Crufey's Law Firm Limited. www.crufeyslaw.com. ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ദേവാലയത്തിൽ ട്രിനിറ്റി ഫെസ്റ്റും ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളെക്കുറിച്ചുള്ള പ്രസ് കോൺഫറൻസും നടത്തപ്പെട്ടു. റവറൻ സാം കെ ഈശോ, റവറൻ ജീവൻ ജോൺ എന്നിവർ പ്രസ് മീറ്റിൽ ജൂബിലി ആഘോഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചു. ജോർജ് തെക്കേമല പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ട്രിനിറ്റി മാർത്തോമ ഇടവകയുടെ ദേവാലയത്തിൻ്റെ 50ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്ന ട്രിനിറ്റി ഫെസ്റ്റിൻ്റെ ആഘോഷ പരിപാടികളാണ് നമ്മൾ വെളിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷം ഈ വർഷം നടക്കുകയാണല്ലോ. അതുമായി അനുബന്ധിച്ച് ഇന്ന് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രസ് മീറ്റിൽ സംബന്ധിക്കുന്ന ഹ്യൂസ്റ്റൺ നഗരത്തിലെ എല്ലാ പ്രിൻ്റ്, വിഷ്വൽ മാധ്യമ പ്രവർത്തകരോടുമുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഗോൾഡൻ ജൂബിലി ഇയറിൽ നമ്മൾ ഒരു തീമായി തിരഞ്ഞെടുത്തിരിക്കുന്ന 50 years അണ്ടർ ഹിസ് പ്രൊവിഡൻസ്, റിമെമ്പർ, റിജോയ്സ്, റിവൈവ് എന്നുള്ളതാണ്. 1974 ഇവിടെ ഉണ്ടായിരുന്ന ഏതാനും മർത്തോമ ഫാമിലീസ് കൂടി ഹൂസ്റ്റണിലൊരു മർത്തോമ സർവീസ് തുടങ്ങണമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് റവറൻ TA ജോസഫ് എച്ച് ഡാളസനുണ്ടെന്ന് അറിയുകയും പുള്ളിയെ ഇൻവൈറ്റ് ചെയ്യുകയും ഞങ്ങൾ 1974 സെപ്റ്റംബർ 29 ഇവിടെ ആദ്യത്തെ കുർബാന ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ കൂടെ 2 മഹത് വ്യക്തികൾ ഉണ്ട് ഈ കമ്മിറ്റിയിൽ. അവരെ ആദ്യമായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഒന്ന് മിസ്റ്റർ TA മാത്യു, പ്രയർ സെല്ലിൻ്റെ കൺവീനർ. 2 മിസ്റ്റർ MT മത്തായി, മീഡിയയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. ഇടവകയായിട്ട് എന്തെല്ലാം മിഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്, എവിടൊക്കെയാണ് അത് നടത്തുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മുടെ മിഷനെ ഈ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് 2 വിധത്തിലാണ് സഹായങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന് ഇന്ത്യയിൽ ഇന്ത്യ മിഷൻ എന്നും,
ഒന്ന് ലോക്കൽ മിഷനെന്നും, അതായത് ഇവിടുത്തെ ഈ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഈ സെലിബ്രേഷൻ്റെ മെസ്സേജ് എത്തിക്കുക എന്നുള്ള ഒരു താല്പര്യമുണ്ട്. By God's grace, our church has the opportunity to help the local Houston community. A few of the organizations in the local chapters that we're helping include Rise Against Hunger. We're making 15,000 meals for the local Houston chapter of Rise Against Hunger. We're also building beds. Many kids in the Houston area don't have beds. ഏകദേശം ഈ 50 വർഷ കാലയളവിനുള്ളിൽ എത്ര വികാരിമാർ നമുക്ക് സെർവ് ചെയ്തു, എത്ര അസിസ്റ്റൻറ്റ് വികാരിമാരുണ്ടായിരുന്നു എന്ന് ഒന്ന് പറയാമോ? ടോട്ടൽ എത്ര വികാരിമാരുണ്ടായിരുന്നു എന്നുള്ളത് 70. ഇനിയും നമ്മുടെ ഈ ജൂബിലി ഇയർ തീരുന്നതിന് മുമ്പ് ബാക്കിയുള്ള ഇവിടെ സെർവ് ചെയ്ത അച്ഛന്മാരെ ഒരുമിച്ച് ഒരു മീറ്റിങ്ങിൽ അവർക്കൊക്കെ ഇൻറ്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട്. ജൂബിലി സെലിബ്രേഷൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്തൊക്കെയാണ്? 313,250. That is by two sources. One is from a souvenir. The second one is from a general contribution from the church member. So total 313,250. ഈ 50 വർഷമായിട്ട് നമ്മുടെ പള്ളിയിൽ ഒരു വനിതകൾ ഒന്ന് ചേർന്ന് നടത്തിയിരിക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യം ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എനിക്കുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ കാണുമ്പോൾ ഷീല മാത്യൂസിനേ ഉള്ളൂ. അതിന് എന്താണ് നിങ്ങളതിന് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്? അതുപോലെ തന്നെ അവർ വഴിയായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എന്ത് മാതൃകയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. 3 കോ-കൺവീനേഴ്സ് ഉണ്ട്. ഈ മീറ്റിങ്ങിൽ തന്നെ വരേണ്ടതാണ്. മിസ്സസ് ഗ്രേസി എബ്രഹാം, മിസ്സസ് രേഖ എബ്രഹാം. അവരിന്ന് പല കാരണങ്ങളാൽ വരാൻ പറ്റിയിട്ടില്ല. മറ്റ് ഈ ജനറൽ കമ്മിറ്റിയിൽ, പൊതുവായ കമ്മിറ്റിയിൽ ഇനി ഒരു 10-20ഓളം ലേഡീസ്, സ്ത്രീ പ്രാതിനിധ്യമുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, അതിനകത്ത് യുവജനങ്ങളുണ്ട്, എസ്പെഷ്യലി യൂത്ത്സ്, യങ് ഫാമിലി ഫെലോഷിപ്പ്, യൂത്ത് ഫെലോഷിപ്പ്, യുവനസെക്. ഇത് 3 ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള യങ്സ്റ്റേഴ്സിനെ ഉൾപ്പെടുന്ന സംഘടനകളാണ്. ഇന്ന് ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് കണ്ടു. അത് ഈ ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ, അതിൻ്റെ ഇൻകം പ്രതീക്ഷിച്ചാണോ ഇന്ന് ഒരു ഫുഡ് ഫെസ്റ്റ് വെച്ച്? അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ട്രിനിറ്റി ഫെസ്റ്റിനോട് ചേർന്ന് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തു. അതിവിടെ വരുന്ന എല്ലാവർക്കും നമ്മൾ ഫ്രീ എന്ന് പറയുന്ന വേർഡ് ശരിയല്ല എങ്കിൽ പോലും അതിനോട് നമ്മളൊരു ചാർജ് ഒന്നും ചെയ്യാതെ എല്ലാവർക്കും കൊടുക്കുകയാണ്. അത് സ്പോൺസേർഡാണ്. പള്ളിയിലെ മെമ്പേഴ്സ് തന്നെ സ്പോൺസർ ചെയ്ത പൈസ കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഈ 50 വർഷത്തെ വഴികളിൽ നടന്നപ്പോൾ നമ്മൾ ഫ്യൂച്ചറായിട്ട് ഇപ്പോൾ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് എന്തായിരിക്കും? 81 ഈ സ്ഥലം മേടിച്ച് കഴിഞ്ഞാണ് നമ്മുടെ ആണുങ്ങളുടെ പുരുഷന്മാരുടെ മുഴുവൻ ജോലി പോയി. അപ്പോൾ നമ്മളെ പിടിച്ചു നിന്നത് നമ്മുടെ സഹോദരിമാരാണ്. അപ്പോൾ ഇവിടെ പള്ളി പണിയാനായിട്ട് കാശ് വരികയില്ല. അവർ പോയി. അപ്പം പി വി തോമസ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ സഹോദരിമാർ മുന്നോട്ട് വരണം, നിങ്ങൾക്ക് മാർക്കേ ജോലിയുള്ളൂ. അപ്പോൾ അവരെ ഓവർ ടൈം ചെയ്ത് ഒരു ദിവസത്തെ സാലറി 1 മാസത്തെ സാലറി വരെ തന്നവരുണ്ട്. അത് കഴിഞ്ഞ് ആ റിസഷൻ കഴിഞ്ഞാണ് ആണുങ്ങൾക്കെല്ലാം ജോലി കിട്ടുന്നത്. ഓഗസ്റ്റ് 10-നാണ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിക്കുന്നത്. നോർത്ത് അമേരിക്കൻ ഭദ്രാസനാധിപൻ അഭിമന്യ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ജനറൽ കൺവീനർ ഷാജൻ ജോർജ്, കൺവീനർമാരായ തോമസ് മാത്യു, ജിമോൻ റാന്നി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. US Weekly Roundup powered by PSG Group of Companies-ന് മറ്റൊരിടവേള കൂടി. പ്ലീസ് സ്റ്റേ വിത്ത് us. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans. Refinance and cash-out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top-notch. We deliver what we promise. Visit www.citywidema.com. ഇനി US Weekly Roundup powered by PSG Group of Companies-ൽ അമേരിക്കൻ കിച്ചൺ. വെൽക്കം ബാക്ക് ടു അമേരിക്കൻ കിച്ചൺ. ഞാൻ ഇസ്മീറ.
ഇന്നത്തെ അമേരിക്കൻ കിച്ചണിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പോപ്പുലർ ആയിട്ടുള്ള സാലഡ് ഇൻ എ ജാർ എന്ന കൺസെപ്റ്റാണ്. 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സാലഡ്സ് ആണ് ഇന്നത്തെ സാലഡ് ഇൻ എ ജാറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഏഷ്യൻ ഫ്ലേവറുള്ള റൈസ് ന്യൂഡിൽ സാലഡും, ഗ്രീക്ക് ഫ്ലേവറുള്ള പാസ്ത സാലഡും, സൗത്ത് വെസ്റ്റേൺ ഫ്ലേവേഴ്സ് ഉള്ള ഒരു കീൻവ സാലഡുമാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സാലഡ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ജാറിലാണ്. ഇങ്ങനത്തെ ജാറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നേരത്തെ തന്നെ നമുക്കത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഏഷ്യൻ റൈസ് ന്യൂഡിൽ സാലഡിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റൈസ് ന്യൂഡിൽസ് വേവിച്ചത്, റെഡ് ബെൽ പെപ്പർ വളരെ തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞത്, ക്യൂക്കമ്പർ നീളത്തിൽ അരിഞ്ഞത് തിന്നായിട്ട്, ക്യാരറ്റ്സ് തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞത്, എഡമാമി, ഷ്രെഡഡ് റെഡ് ക്യാബേജ്, സിലാൻട്രോ, ഗ്രീൻ അനിയൻസ്, ഷ്രിംപ് വേവിച്ചത്. സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ, 1 നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ സെസമി ഓയിൽ, ആവശ്യത്തിനുള്ള റെഡ് പെപ്പർ ഫ്ലേക്സ്. സാലഡ് ഡ്രസ്സിംഗ് ഒന്ന് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പീനട്ട് ബട്ടർ, സോയ സോസ്, ലെമൺ ജ്യൂസ്, ജിഞ്ചർ പേസ്റ്റ്, ഫൈനായിട്ട് പേസ്റ്റായിട്ടുള്ള ജിഞ്ചറാണിത്, ആവശ്യത്തിനുള്ള റെഡ് പെപ്പർ ഫ്ലേക്സ്, സെസമി സീഡ് ഓയിൽ. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് തിന്നാക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് തിന്നാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാലഡിൻ്റെ ജാറ് ഒന്ന് അസംബിൾ ചെയ്ത് എടുക്കാം. ഈ സാലഡിൻ്റെ ജാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ജാറ് ഒരു 2 സെർവിങ്സിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ജാറാണ്. നിങ്ങൾക്ക് സിംഗിൾ സെർവിങ്സ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 സിംഗിൾ സെർവിങ് ജാർസ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൈസ് ന്യൂഡിൽസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ന്യൂഡിൽസ് ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റൈസ് നൂഡിൽസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് നൂഡിൽസ് ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാകും. എന്നിട്ടത് നമുക്ക് അരിച്ച് എടുത്താൽ മതിയാകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബേസിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് സാലഡ് ഡ്രസ്സിംഗ് ആണ്. സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് നൂഡിൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പലതരത്തിലുള്ള പല കളേഴ്സിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോട്ടീനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷ്രിംപാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ അനിയൻസും സിലാൻട്രോ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്രഞ്ചിന് വേണ്ടിയിട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് സെസമി സീഡ്സും പീനട്ട്സ് ക്രഷ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വളരെ കളർഫുള്ളും വളരെ ന്യൂട്രീഷ്യസും ഹെൽത്തി ആയിട്ടുള്ള ഏഷ്യൻ ഫ്ലേവറിലുള്ള നമ്മുടെ ഈ സാലഡിന് ജാറ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ 2-3 ദിവസം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം അത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഗ്രീക്ക് പാസ്ത സാലഡിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബോട്ടായി പാസ്ത വേവിച്ചത്, ചിക്ക് പീസ് വേവിച്ചത്, ക്യൂക്കമ്പർ, ടൊമാറ്റോസ്, ആലിവ്സ്, അനിയൻസ്, ഫെറ ചീസ്, പാഴ്സ്ലി ലീവ്സ്. ഗ്രീക്ക് സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 3 ടേബിൾ സ്പൂൺ ആലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ റെഡ് വൈൻ വിനെഗർ, 1 നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ഒറിഗനോ, ആവശ്യത്തിനുള്ള സോൾട്ട് ആൻഡ് പെപ്പർ. ഗ്രീക്ക് സാലഡ് ഡ്രസ്സിംഗ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആലിവ് ഓയിൽ, റെഡ് വൈൻ വിനെഗർ, 1 നാരങ്ങയുടെ നീര്, ഗാർലിക് പൗഡർ, ഒറിഗനോ, ആവശ്യത്തിനുള്ള സോൾട്ട് ആൻഡ് പെപ്പർ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രീക്ക് സാലഡിൻ്റെ ജാർ ഒന്ന് തയ്യാറാക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത സാലഡ് ഡ്രസ്സിങ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബോട്ടായി പാസ്തയാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോസ്, ക്യൂക്കമ്പർ, ഓലിവ്സ്, അനിയൻസ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഷാലറ്റ്സ് ആണ്. പ്രോട്ടീനായിട്ട് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ചിക്ക് പീസ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫെറ്റ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് പാഴ്സ്ലി ലീവ്സ് വെച്ച് നമുക്ക് ടോപ്പ് ചെയ്യാം. ഗ്രീക്ക് സാലഡിൻ്റെ ജാറും റെഡി ആയിട്ടുണ്ട്. വളരെ കളർഫുള്ളായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഈ ഗ്രീക്ക് സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൗത്ത് വെസ്റ്റേൺ ഫ്ലേവറുള്ള കീൻവ സാലഡിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കീൻവ വേവിച്ചത്, കോൺ, ചിക്ക് പീസ് വേവിച്ചത്, റെഡ് ബീൻസ് വേവിച്ചത്, ക്യൂക്കമ്പർ, 2 കളറിലുള്ള ബെൽ പെപ്പർ, സിലാൻട്രോ, ടൊമാറ്റോ, ചീസ്, അവക്കാഡോ. സൗത്ത് വെസ്റ്റേൺ സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 നാരങ്ങയുടെ നീര്, 2 ടേബിൾ സ്പൂൺ ആലിവ് ഓയിൽ, 1 ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഹണി, ആവശ്യത്തിനുള്ള സോൾട്ട് ആൻഡ് പെപ്പർ. സൗത്ത് വെസ്റ്റേൺ സാലഡ് ഡ്രസ്സിംഗ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബൗളിലേക്ക് ഒലിവ് ഓയിൽ, ലെമൺ ജ്യൂസ്, 1 ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഹണി, അതും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. സാലഡ് ഡ്രസ്സിംഗ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൗത്ത് വെസ്റ്റേൺ സാലഡിൻ്റെ ജാർ ഒന്ന് തയ്യാറാക്കാം. സൗത്ത് വെസ്റ്റേൺ സാലഡിൻ്റെ ജാർ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ബേസായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സാലഡ് ഡ്രസ്സിംഗ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വേവിച്ച കീൻവയാണ്. കീൻവ എപ്പോഴും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു 1-2 പ്രാവശ്യം നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം നമ്മളതൊന്ന് വേവിക്കാനായിട്ട്. നമുക്ക് കീൻവ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റെഡ് ബീൻസ് ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ലെയർ ചെയ്യാൻ പോകുന്നത് കോണാണ്. നമുക്ക് കളർഡ് പെപ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ചിക്ക് പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോസ്, കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അവക്കാഡോ, ടോപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സിലാൻട്രോ ലീവ്സ്. ഇനി ഒരു ക്രഞ്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ കളേർഡ് ടൊട്ടിയ സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സൗത്ത് വെസ്റ്റേൺ സാലഡിൻ്റെ ജാറും റെഡി ആയിട്ടുണ്ട്. 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള സാലഡിൻ്റെ ജാറ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. We'll see you all soon in another episode of American Kitchen. US Weekly Roundup powered by PSG Group of Companies-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.